മുസ്ലിം ലീഗിന് വേണ്ടി, നിങ്ങളുടെ ലീഗിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് തന്നെ നന്ദി പറയാം. സ്വീകരണത്തിൻ്റെ രൂപം വർണ്ണിക്കുകയാണെന്നുണ്ടെങ്കിൽ വടകരയിലെ ഈ മൈതാനിയിൽ ഇപ്പോൾ ആളുകളെ കൊണ്ട് ഏതാണ്ട് നിങ്ങൾ ഇന്ത്യയുടെ ഒരു ഭൂപടം പോലെ വരച്ച് വച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ഒരു ഭൂപടം പോലെ നിറഞ്ഞ് കവിഞ്ഞ് ഇഞ്ച് സ്ഥലമില്ലാതെ മണ്ണങ്ങ് വാരിയിട്ടാൽ അത് തലയിൽ നിൽക്കുമല്ലാതെ ഭൂമിയിലേക്ക് പോകാത്ത അത്ര ആളുകൾ തുടങ്ങിയ നിമിഷം തുടങ്ങിയതാണ്. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഈ പതാക എൻ്റെ കയ്യിലേക്ക് തന്ന നിമിഷം മുതൽ ആളുകൾ ഇങ്ങനെ ആർത്തിരമ്പുകയാണ്, അലയടിച്ച് മുദ്രാവാക്യങ്ങൾ മുഴക്കി ദിഗന്ധങ്ങൾ ഭേദിക്കുമാർ ഉച്ചത്തിൽ ചെറുപ്പക്കാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരിമാർ അവരൊക്കെ നാനാഭാഗത്തും അണിനിരന്നുകൊണ്ട് തളിപ്പറമ്പിൽ ഇന്നലെ ഞങ്ങളുടെ പ്രാസംഗികർ പറഞ്ഞതുപോലെ തളിപ്പറമ്പിൽ ഇപ്പോൾ പുറത്ത് റോട്ടിലല്ലാതെ വീട്ടിലാരുമില്ല, സ്ത്രീകൾ പോലും പുറത്ത് എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും വലിയ ആഹ്ലാദത്തോടുകൂടി ഈ ജാഥയെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ്. അതിനു മാത്രം ഇപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. പഠിക്കട്ടെ. യുവാക്കളുടെ ഈ ആവേശവും ജനങ്ങളുടെ ഈ ആവേശത്തിൻ്റെ കാരണം എന്ത് എന്ന് ഞങ്ങൾ വിശകലനം ചെയ്യട്ടെ. ഇവിടെ വാർത്താ മാധ്യമങ്ങളിലും പത്രങ്ങളിലും അതുപോലെ തന്നെ ചില ജാഥക്കാരും ചില ഇവിടെ ഇടക്ക് പോയ ജാഥകളുമൊക്കെ ഉണ്ടാക്കി വെച്ച ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കി വെച്ച ഇംപ്രഷൻ നോക്കിയാൽ അവർ വലിയ മൂപ്പന്മാരാണ് എന്നൊരു വെപ്പുണ്ട്. പക്ഷേ അതവിടെ പറഞ്ഞാൽ മതി. ഇവിടെ ഈ കേരളത്തിൽ അത് ചെലവാവൂല എന്നുള്ളത് ജനം പ്രഖ്യാപിക്കുകയാണ്. അല്ലെങ്കിൽ ഭരണം കഴിഞ്ഞ് ഭരണത്തിൻ്റെ അവസാന നാളിൽ ഞങ്ങൾ ഒരു ജാഥ നടത്തുമ്പോൾ സാധാരണഗതിയിൽ ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ വന്ന് കാര്യമായിട്ട് സംഘടിപ്പിച്ച് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കുറച്ച് ആളെ കൂട്ടി ഒരു മൈതാനിയുടെ കാൽഭാഗമോ പകുതിയോ നിറഞ്ഞ് അങ്ങനെയൊക്കെ ആണ്ട് ഒപ്പിച്ച് ജാഥ എങ്ങനെ ഉണ്ടായിരുന്നു കേൾക്കുമ്പോൾ തരക്കേടില്ല എന്ന് പറയുന്ന സ്ഥിതിയിലായിരുന്നു. ആ ഗതികേട് ഞങ്ങൾക്കില്ല. ജനം ഒഴുകി വരികയാണ്. അതിൻ്റെ പിന്നിലുള്ള സൈക്കോളജി പഠിക്കണം, അതിൻ്റെ പിന്നിലുള്ള ജനവികാരം പഠിക്കണം. ആ ജനവികാരത്തിന് അനുസരിച്ചാണ് മറുപടി പറയേണ്ടത്. ആ ജനവികാരമാണ് കണക്കിലെടുക്കേണ്ടത്. ജനവികാരം എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രശ്നത്തിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതാണ് അതിൽ നിന്ന് മനസ്സിലായത്. ഇവിടെ ആളുകൾ പലരും പറയുന്നതല്ല, ജനം തുടരെ പ്രതികരിക്കുന്നുണ്ട്. കാരണം ഇടക്കാല തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ച് അവർ കാണിച്ചു, ഞങ്ങൾ ഈ ഗവൺമെന്റിന് സപ്പോർട്ടാണ്, നിങ്ങൾ പറയുന്ന മാതിരി പൊയ്ക്കോ, ചെയ്യുന്ന മാതിരി ചെയ്തോ, ഇത് തന്നെയാണ് ചെയ്യേണ്ടത്, സബാഷ്, നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പിൽ കാണിച്ചു, രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പിൽ കാണിച്ചു, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാണിച്ചു, അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പിലും കാണിച്ചു, ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നാണ് ജനം ചോദിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നുപോയി. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്താ, 7 ജില്ല UDF, 7 ജില്ല LDF. അതും എങ്ങനെ ഈ നാട്ടിലുള്ള മുള്ള്, മുരട്, കാഞ്ഞീരക്കുറ്റി, മൂക്കമ്പാമ്പ് സകലതിനെയും കൂട്ടുപിടിച്ച്, മൂർക്കമ്പാമ്പ് ഞാൻ വെറുതെ പറഞ്ഞതല്ല, നമ്മുടെ നാട്ടിൽ ലീഗിന് പകരമാവാൻ വേണ്ടി ഇങ്ങനെ വലിയ ഒച്ചയിട്ട് നടക്കുന്ന ചില സംഘടനകളുണ്ട്. ഞങ്ങളൊന്നുണ്ട്, ശക്തിപ്പെടട്ടെ, എന്നിട്ട് കാണിച്ചു തരാ ലീഗിന് എന്നാണ് പറയണത്. എന്നിട്ടാണ് പറഞ്ഞ് അതെന്നാണോ ആവം നിങ്ങളൊന്ന് ശക്തിപ്പെടല് എന്നാണ്. അങ്ങനെയുള്ള സംഘടനകൾ അവരൊക്കെ കൂട്ടി മലപ്പുറം ജില്ലയിലും അതുപോലുള്ള സ്ഥലത്തുമൊക്കെ തട്ടിക്കൂട്ടിയ ഒരു വിജയമല്ലാതെ, രാഷ്ട്രീയം പ്രതിഫലിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ തട്ടിക്കൂട്ടിയ ഒരു വിജയമല്ലാതെ, അതും വിജയം എന്ന് പറയാൻ മാത്രമല്ല, അത്രയുള്ളൊരു കാര്യമല്ലാതെ രാഷ്ട്രീയ പ്രതികരണം എവിടെയാണ്? LDFന് അനുകൂലമായ രാഷ്ട്രീയ പ്രതികരണം ഇല്ല.
UDF അനുകൂലമായ പ്രതികരണേ ഉള്ളൂ. UDF അധികമായ പ്രതികരണമുള്ളൂ. അതിനെന്താ കാരണം? നാട്ടിൽ ഏറ്റവും നല്ല ഭരണമാണ്. എപ്പോഴും ഭരണവിരുദ്ധ വികാരം ഉണ്ടാവില്ല. കാരണം എന്താ? ജനങ്ങൾ ചിന്തിക്കുന്നവരാണ് എങ്കിൽ അവർ വിലയിരുത്തും ആരാണ് നല്ലത്. 5 കൊല്ലം ഒരു കൂട്ടർ അങ്ങനെയുള്ള കാലം കഴിഞ്ഞു എന്ന ജനങ്ങളുടെ പ്രതികരണമാണ് ഞങ്ങളുടെ ജാഥയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തന്നെ എന്നുള്ള നിലക്ക് ആരെങ്കിലും ഇറങ്ങിയ അവർക്ക് തെറ്റും എന്നുള്ള പ്രതികരണമാണ് ഈ ജാഥകളിൽ ഒക്കെ കാണുന്നത്. നമുക്കും ജനങ്ങൾക്കും എല്ലാവർക്കും അത് മനസ്സിലായിക്കണ്. അതിനേക്കാൾ കൂടുതൽ പ്രതിപക്ഷത്തിന് സംഗതി പിടികിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അവർക്ക് യാതൊരു ഉറപ്പില്ല. ആ പിടികിട്ടീൻ്റെ ഫലമാണ് ഇപ്പോൾ 1-2 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുങ്ങുമ്പോ ഏത് തേടുന്ന വള്ളിയും എന്തും അതിമ പിടിച്ച് രക്ഷപ്പെടാൻ നോക്കും എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ 1-2 ദിവസമായിട്ടുണ്ട്. ആരെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽസായ ആളുകളെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്തുമോ? ഒരു ഇടത്ത് ഒരു ബിജു, വലത്ത് വേറൊരു ബിജു. ഇതെന്താ ഏർപ്പാടാണ്? 2 ബിജുമാരെയും കൂട്ടിയുള്ള യാത്ര എവിടെ എത്തും? ആ യാത്രന്റെ നടുവില് വേറൊരാളുണ്ട്, ഞാൻ പേര് പറയില്ല. ആ ജാതി ആ പേര് ഇവിടെ പറഞ്ഞ് നമ്മളെ സദസ്സ് വടക്കാക്കേണ്ട കാര്യമില്ല, നമ്മളെ സദസ്സ് ഇതാക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഈ 2-3 ആളെയും കൂട്ടി അതിനെ ഇടതുപക്ഷം വളരെ വേഗം അവരെ കൂട്ടിയുള്ള മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള അവരെ കൂട്ടിയുള്ള പ്രചരണം നിർത്തുന്നതാ നല്ലത്. ഞാൻ വേറെ ഉപദേശമൊന്നും പറയല്ല. കാരണം കൂട്ടി പോകുമ്പോൾ ഇവരെ എവിടുക്കാ തിരിയാന്ന് പറയാൻ പറ്റൂല. അവര് നേരെ തിരിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കും. അപ്പൊ അത് രാഷ്ട്രീയത്തിൽ ഒരു കാലത്തും ഈ തരത്തിലുള്ള സത്യസന്ധതയില്ലാത്ത പറഞ്ഞത് നാഴികക്ക് 40 വട്ടം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ആളുകൾക്ക് മുഴുവൻ അറിയാം. ഇവിടെ ബാർ മുതലാളിമാർക്ക് എന്താ ബാറിന്റെ ആളുകൾക്ക് എന്താ ദേഷ്യം എല്ലാവർക്കും അറിയാം. മദ്യത്തിന്റെ കാര്യത്തിൽ വരുത്തിയ നിബന്ധന അവർക്ക് വലിയ പ്രശ്നമായിരിക്കുകയാണ്. എന്നാ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ? അവരെന്ത് പ്രശ്നം ഉണ്ടാക്കട്ടെ, മദ്യം ഇപ്പൊ ഗവൺമെന്റ് കൊടുക്കുന്ന പരിഷ്കാരത്തിന്റെ പിന്നിലാണ് 10,000-കണക്കിന് ജനങ്ങൾ, യാതൊരു സംശയവും വേണ്ട. അപ്പൊ അതാണ് ഈ പ്രതികരണം. ആളുകൾക്കറിയാം വികാരം മറിച്ചുണ്ടാവുന്നു. വികാരം വേറൊരു രൂപത്തിലാണ് ഉണ്ടാകാൻ പോകുന്നത്. വികാരം ഇനി വേറെ രൂപത്തിലാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഡെവലപ്മെന്റ് നടക്കുന്നു, അതേപോലെ തന്നെ പല വികസന പ്രവർത്തനങ്ങളും നടക്കുന്നു. സാമൂഹ്യക്ഷേമം മുൻനിർത്തി അവിടെ ഇരിക്കുന്നു. സാമൂഹ്യക്ഷേമം ഇഷ്ടം പോലെ നടക്കുന്നു. എല്ലാ കാര്യത്തിലും പറഞ്ഞത് പാലിക്കാൻ പറ്റണു. ആ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയെ ഈ മാതിരി ആളുകളെ കൂട്ടുപിടിച്ച് താറടിക്കാൻ നോക്കിയാൽ അത് മുസ്ലിം ലീഗിന്റെ ഈ ശക്തി ഞങ്ങളുടെ ജനബിന്ദു ഉള്ളിടത്തോളം ഞങ്ങൾക്കതിനെ എതിർക്കേണ്ടി വരും. ഞങ്ങൾക്കതിനെ നഖശിഖാന്തം എതിർക്കേണ്ടി വരും എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. കാരണം ബാക്കി കാര്യങ്ങളൊക്കെ കോടതികൾ ഇങ്ങനെ ഇരിക്കുകയാണ്. വരട്ടെ. കോടതി എന്ന് പറഞ്ഞാൽ ഒരു കോടതി പറഞ്ഞാൽ അതിൻ്റെ മേലെ വേറെ കോടതി ഉണ്ട്. ഇന്ന് തന്നെ ഒരു കോടതി പറഞ്ഞു, അപ്പൊ തന്നെ അത് വേറൊരു കോടതി സ്റ്റേ ചെയ്തു. നമ്മൾ കണ്ടല്ലോ. അത് സാധാരണയാണ്. അത് ഓരോ ഘട്ടങ്ങളാണ്. ഒരു പെറ്റീഷൻ കൊടുത്താൽ അതിന് പല രീതിയിലുള്ളത് വരും. പക്ഷേ അന്തിമമായി ഉമ്മൻചാണ്ടി ഇമാതിരി ഒരു പണി ചെയ്യും എന്ന് ഈ കേരളത്തിലെ മൂക്ക് കീപ്പട്ടായ ഒരു കുട്ടിയും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. വിശ്വസിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. ഉമ്മൻചാണ്ടി കളവ് പറയുന്ന ആരും പറയില്ല. അതുപോലെ തന്നെ നേരത്തെ ഞാനും മുനീറും കൂടി പറഞ്ഞു വരാന്, ഉമ്മൻചാണ്ടിക്ക് എന്തിനാ പൈസ? ഈ കീറിയ കുപ്പായിടാൻ വേണ്ടി അതല്ല. ഉമ്മൻചാണ്ടിക്ക് എന്തിനാ കാശ്? അപ്പൊ ആരെങ്കിലും ഒക്കെ വിളിച്ച് ആളുകൾ വന്ന് ഉമ്മൻചാണ്ടി കാശ് വാങ്ങി എന്ന് പറഞ്ഞാൽ, അത് വാർത്താ മാധ്യമങ്ങളിൽ വന്നാൽ അത് വിശ്വസിക്കാൻ ആളെ കിട്ടുമോ? അപ്പോ ഇങ്ങനെയുള്ള നേതാക്കന്മാരെ, ഈ തരത്തിലുള്ള ആളുകളെയൊക്കെ ഉപയോഗിച്ച് ഏത് നേതാക്കന്മാരെയും, ഇടതായാലും വലതായാലും ആരായാലും ഇത് ശരിയല്ല. ഈ രീതിയിലുള്ള പോക്ക് ശരിയല്ല. ഇവരൊക്കെ അവരെ വഴിക്ക് പോട്ടെ. ഈ വക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞും തിരിച്ചും മറിച്ചും ഒക്കെ വരും. അവരൊക്കെ അവരെ വഴിക്ക് പോട്ടെ. ഇത് കേരളത്തിന്റെ ഡെവലപ്മെന്റിന്റെ ഇഷ്യൂ ആണ്. ഇവിടെ വാർത്താ മാധ്യമങ്ങളുണ്ട്.
അവർ വിലയിരുത്തണം. ഈ കൂടിയിരിക്കുന്ന ആളുകളെ എന്താ, ഈ ആളുകൾ മുഴുവൻ ഇളകി വന്നത്? അവരുടെ വികാരം എന്താ? അവരുടെ ജീവിത പ്രശ്നമാണ്, അവരുടെ വയറിന്റെ പ്രശ്നമാണ്, അവരുടെ തൊഴിലിന്റെ പ്രശ്നമാണ്, അവരുടെ നാടിന്റെ റോഡിന്റെ പ്രശ്നമാണ്. അവർക്ക് 100 കാര്യങ്ങളുണ്ട്. അതാണ് അവരുടെ പ്രശ്നം. അല്ലാതെ ബിജുമാര് പറയുന്നതും അതുപോലെ തന്നെ അവരെ കൂടെ ഉള്ളവര് പറയുന്നതും അല്ല ജനങ്ങളുടെ പ്രശ്നം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുള്ള വിദ്യാഭ്യാസമൊക്കെ ഈ സംസ്ഥാനത്ത് ജനങ്ങൾ നേടിക്കഴിഞ്ഞു. പണ്ട് 5 കൊല്ലം കൂടുമ്പോൾ ഭരണം മാറുമായിരുന്നു, ഇത്തരം ഇഷ്യൂസൊക്കെ വിലപ്പോവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്തരം ഇഷ്യൂസ് വിലപ്പോവില്ല. കാരണം എന്താ? ജനങ്ങൾ പഠിച്ചു. ഈ കുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. ഞാൻ നമ്മുടെ ജാഥ 2 കിലോമീറ്ററോളം അപ്പുറത്ത് ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ ഓർമ്മ ചെറുപ്പത്തിലേക്ക് പോവുമായിരുന്നു. അന്ന് ഈ ലൈറ്റ് ഇങ്ങനെ മിന്നിത്തിളങ്ങിയ അത് മിന്നാമിനുങ്ങായിരുന്നു. ഇപ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നത് മിന്നാമിന്നല്ല, ഒക്കെ സ്മാർട്ട് ഫോണാണ്. ഞങ്ങളുടെ ഫോട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് സ്മാർട്ട് ഫോണുകളാണ്. ആ സ്മാർട്ട് ഫോണുകളിലൂടെ ലോകം മുഴുവൻ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ്. ലോകം മുഴുവൻ അവർ ആശയവിനിമയം നടത്തുന്നവരാണ്. അവരുടെ കഴിവും ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. അവരതുകൊണ്ട് അവരുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ നോക്കി കാൽക്കുലേറ്റ് ചെയ്യും ഏത് ഗവൺമെന്റാ നല്ലത്. UDF ഗവൺമെന്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇവർ ഈ പറയുന്നത് ദേ ഇരിക്കണു 2 ബിജുമാരും മറ്റോളും കൂടി ഇങ്ങനെ ഇരിക്കണു. അതിങ്ങനെ തൂക്കി നോക്കിയാൽ ഞങ്ങളുടെ ബാലൻസ് ഷീറ്റാണ് മെച്ചം എന്നവർ കണക്കൂട്ടിയും. അതാണ് തലമുറയിൽ വന്നിരിക്കുന്ന മാറ്റം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭരണത്തിന് തുടർച്ചക്കുള്ള വികാരമാണ്. വികാരം അതാണ് ഈ ഗ്രൗണ്ടിൽ ഇത്രയും വലിയ സൂചി കുത്താൻ ഇടയില്ലാത്ത വിധം ഏതാണ്ട് ഒരു ഇന്ത്യയുടെ ഭൂപടത്തിന്റെ രീതിയിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി വടകരക്കാർ നിറച്ചങ്ങനെ വെച്ചിരിക്കുന്നതിന്റെ കാരണം അതാണ്. ഇത് തന്നെയാണ് ഞങ്ങൾ ഓരോ മണ്ഡലത്തിലും ഞങ്ങൾ കണ്ടത്. ശിഹാബ് തങ്ങൾ ആ ഹരിത പതാക ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് എങ്കിൽ ഞങ്ങളുടെ മിഷൻ ഞങ്ങൾ പൂർത്തിയാക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അനവധി നേതാക്കന്മാര് മൺമറഞ്ഞു പോയിട്ടുണ്ട്. ഈ വടകരയിൽ ഓർമ്മിക്കേണ്ട എത്രയോ പേരുകളുണ്ട്. PK കുഞ്ഞമ്മദ്, PC അസംകുട്ടി ഹാജി, അതുപോലെ തന്നെ VC മമ്മു ഹാജി, VM മഹമ്മൂദ്, അതുപോലെ തന്നെ VC അസംകുട്ടി, അതുപോലെ തന്നെ നിസാർ മാസ്റ്റർ, എടോടി മൊയ്തു, CK അബൂബക്കർ തുടങ്ങി എത്രയോ ആളുകൾ ഞാൻ വായിച്ചു. അതുപോലെയുള്ള എത്ര ആളുകൾ. ഞാൻ ഈ തളിപ്പറമ്പ് സർ സെയ്ദിൽ കോളേജ് പഠിക്കുന്ന കാലത്ത് MSFന്റെ സംസ്ഥാന ട്രഷറാകുമ്പോൾ ഇടക്കിടക്ക് വരേണ്ടി വരുന്ന ഒരു സ്ഥലമാണ് വടകര. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം എന്താ, ലീഗിൽ പ്രവർത്തിക്കുന്ന ആർക്കും ഇടക്കിടക്ക് ഇവിടെ വന്നൊന്ന് ചുറ്റി ഒന്ന് മുത്തി ഒന്ന് തവാഫ് ചെയ്ത് പോവാതെ നടക്കൂല. അതാണ് വടകര. ആ വടകര ഇവിടുത്തെ തായങ്ങാടിയും അത് പകലായിക്കൊള്ളണമെന്നില്ല. രാത്രി 12 മണിക്കായാലും വലിയ വിരോധമൊന്നുമില്ല. 1 മണിക്കായാൽ വിശേഷമായി. നേരം വെളുക്കാൻ കാലത്താണെങ്കിൽ അതിനേക്കാൾ സന്തോഷമായി. അതാണ് വടകര. നേരവും കാലവും ഇല്ലാതെ മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭാവയും അത് ബാക്കി മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഇരിക്കുന്ന നേതാക്കന്മാര് നിങ്ങൾക്കറിയാലോ, അവരൊക്കെ എല്ലാ തരം നേതാക്കന്മാരുണ്ട്. മജീദ് ഉണ്ട്, ടിപ്പന്നില്ല, മുനീറുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലേൻ്റെ നേതാക്കന്മാരാ തലക്കെന്ന് ഇങ്ങോട്ട് നോക്കാൻ ഞാൻ പേര് പറയാൻ പോണില്ല. നമ്മളെ കല്ലായിയത, റസാഖ് മാസത, ബാവക്കൊക്കെ വടകര അറിഞ്ഞാൽ കലക്കി കുടിച്ചതാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വടകര ഈ പ്രദേശം അങ്ങനെ തഴക്കും പഴക്കും ചെന്ന ചരിത്രം അറിയാവുന്ന നേതാക്കന്മാര് ഒരു വശത്ത്, അതുപോലെ തന്നെ MP-മാർ ഇതാ വഹാബിരിക്കണു പോയതാണ്. ഞാൻ പറയട്ടെ, ഞാൻ നേതാക്കന്മാരെ പേര് യൂത്ത് ലീഗിൻ്റെ ആളുകൾ, ഉജ്ജ്വല വാഗ്മികൾ എല്ലാവരും ഉണ്ട്. പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, പിന്നെ വൈസ് പ്രസിഡന്റുമാർ, ഷാജി ഉണ്ട്, യൂത്ത് ലീഗിന്റെ അധ്യക്ഷൻ ഒന്നും പറയണ്ട. എല്ലാം ജാഥ വളരെ സജ്ജീകരണത്തോടു കൂടിയാണ് നടക്കുന്നത്. 10 മണിയായില്ലല്ലോ, 10 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മൂപ്പരല്ലേ നമ്മളെ ഭരണാധികാരി. ഇപ്പൊ ഉണ്ണികൃഷ്ണന്റെ കീഴിലല്ലേ മലപ്പുറത്ത് നമ്മളെ ഭരണാധികാരിയാണ് ഉണ്ണികൃഷ്ണൻ. അങ്ങനത്തെ UC രാമൻ, ദളിത് ലീഗിന്റെ ആളുകൾ മുഴുവൻ ഒരു ടീമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ സർവായുധരായിട്ടാണ് നടക്കുന്നത്. കാരണം എന്താ, 5 കൊല്ലത്തെ ഭരണം കഴിഞ്ഞതിന് ശേഷം പാർട്ടി സുശക്തമാക്കി വീണ്ടും ലോഞ്ച് ചെയ്ത് മുസ്ലിം ലീഗിന്റെ മിഷൻ പൂർത്തിയാക്കാനാണ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഈ ടീം പൂർണ്ണമാണ്.
ഞാൻ അതിൻ്റെ ബാക്കി പേരുകളൊന്നും ഇവിടെ പറയുന്നില്ല. ഉജ്ജ്വല വാഗ്മികൾ, പ്രാസംഗികർ, ലീഗിൻ്റെ മുഴുവൻ പ്രാസംഗികർ ഓരോ മണ്ഡലത്തിലും സംസാരിക്കുകയാണ്. മണ്ഡലം തോറും മണ്ഡലത്തിലൊക്കെ ഇങ്ങനത്തെ സമ്മേളനം തന്നെയാണ്. അതുകൊണ്ട് സാധാരണ ജാഥയല്ല, ജനം ഒഴുകിയെത്തുന്ന ഈ ജനകീയ പ്രതികരണം അത് കണക്കിലെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ വമ്പൻ സ്വീകരണത്തിന് എല്ലാവിധ നന്ദിയും പറയാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാണ്. വടകരയിലെ ബാക്കി പൊളിറ്റിക്സ് 1-2 ദിവസം കഴിയുമ്പോഴേക്ക് മറ്റന്നാളാവുമ്പോഴേക്കിന് കുറേ കൂടിയൊക്കെ രൂപപ്പെടും. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ പറ്റൂല, അത് മുതലക്കുളത്തോ മറ്റോ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ്.